ട്രക്കിങ്ങിന്റെ മൂന്നാമത്തെ ദിവസം. ആകെ മൊത്തം ഇന്നലത്തെ ട്രക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കോലം തന്നെ മാറിപ്പോയി ഗൈസ്. 14,100 അടി ഉയരത്തിലുള്ള ഹംദ പാസ് ആണെന്ന് കയറാൻ പോകുന്നത്. നമ്മുടെ ഗൈഡ് സഞ്ജീവ് ഭായ് കാര്യമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ നിൽക്കും, കാരണം ഹിന്ദി അറിഞ്ഞാലല്ലേ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ ആദ്യത്തെ ഉത്സാഹം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. പിന്നീട് അങ്ങോട്ട് മനസ്സെത്തുന്നിടത്ത് കാലെത്തിയില്ല ഗൈസ്. ദേ ആ പാറേൻ്റെ അടിയിൽ ഇരിക്കണ ഇരിപ്പ് കണ്ട. ആക്ച്വലി ഹംദ പാസ് ട്രക്കിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസമാട്ടോ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്. ആദ്യം 5 കിലോമീറ്റർ കുത്തനെ കയറണം, പിന്നെ 5 കിലോമീറ്റർ താഴത്തോട്ട് കുത്തനെ ഇറങ്ങണം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് കിളി പാറിയിരിക്കുക തന്നെയാണ്. അയ്യോ മനുഷ്യൻ്റെ അടപ്പിളകി. ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇനി ആൾക്കാർ വരാറുണ്ട്. ഇനി ഒരു ടോപ്പിലെത്താൻ ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. ടയേർഡ്. ഈ മഞ്ഞ് ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിൽ കൂടെ നടക്കണ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഫ്ലാഷ് ബാക്ക്. ഫസ്റ്റ് ടൈം ആട്ടോ മഞ്ഞ്. അതിന് സന്തോഷം ഭയങ്കരമായിട്ട് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നത്. എന്താണോ എന്തോ. ഫ്ലാഷ് ബാക്ക്. ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ 2 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. അവിടുത്തെ വാഷ്റൂം 10 സെറ്റപ്പ് ആയതുകൊണ്ട് അതുപോലും ഞാൻ യൂസ് ആക്കുന്നുണ്ടായിരുന്നില്ല. കൂടെ ഡീഹൈഡ്രേഷനും തളർന്ന് പണ്ടാരടങ്ങി. മഞ്ഞ് ദേ ഇപ്പം ഐസും കട്ട പോലെ കണ്ട 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 കണ്ട. ഈ അലമ്പത്തിനെ കണ്ടറിഞ്ഞൂടെ മലയാളികളാണെന്ന്. നോക്ക് നോക്ക്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ ടോപ്പിലെത്താനായിട്ട്. പിന്നെ ഇന്ന് സ്നോഫോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഐസിൽ കൂടെ നടക്കാൻ വലിയ എളുപ്പമല്ല കേട്ടോ, കാരണം കാലിങ്ങനെ തെന്നിപ്പോ. അങ്ങനെ ഗൈഡായിട്ട് തല്ല് പിടിച്ചത് ഇവിടം വരെ എത്തി. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഡു സപ്പോർട്ട് ഗൈസ്. ടാറ്റാ.